കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനമായിട്ട് നിൽക്കുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകി. ദൈവിക പദ്ധതിക്ക് അനുസരണമായി, ദൈവിക താഴ്മയ്ക്കും ദൈവിക വിശ്വസ്തതയ്ക്കും അനുസരണമായി നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു വേദവാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 13:22. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. പ്രീസലോട് വ്യാജ ഉപദേട്ടക്കന്മാർ എന്ന് വെച്ചാൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അങ്ങനെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. കള്ളക്രിസ്തുക്കളും ഞാനാകുന്ന കർത്താവ്, ഞാനാകുന്ന ക്രിസ്തു. അതുപോലെ തന്നെ ഇന്നത്തെ ഞാൻ എല്ലാവരെയും അടയ്ക്കുമല്ല പറയുന്നത്, ചിലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വ്യാജമായ ഉപദേശമായിട്ട്, വ്യാജ പ്രശ്നത്തിലും അല്ലെങ്കിൽ വ്യാജമായ കൃപാവരങ്ങളെന്ന് പറഞ്ഞ് അനേകർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, അവർ താഴെ വീഴുന്നു. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ദൈവം പറഞ്ഞ പോലെ തന്നെ മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. മഹോദ്രോകാലവും കർത്താവിൻ്റെ രണ്ടാം വരവും, തെറ്റിക്കുന്ന അനുഭവവും, നശിച്ചു പോകുന്ന അനുഭവവും, തിരഞ്ഞെടുക്കപ്പെടുന്ന അനുഭവവും, പിശാചിൻ്റെ പദ്ധതിയൊക്കെ ഒത്തിരി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 13:22 നമ്മൾ കാണുന്നത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യും. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫറവോൻ്റെ വടിയും പാമ്പായി, മോശയ്ക്ക് ദൈവം കൊടുത്ത വടിയും പാമ്പായി. എന്തിനു പറയണം, ഈ ലോകത്തിൽ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. വ്യാജമായ ക്രിസ്തീയ ജീവിതം, വ്യാജമായ പ്രവചനം, ഇതെല്ലാം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ വിശ്വാസകോളത്തിലെ അല്ലെങ്കിൽ ഈ നാളുകളിൽ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവ നിയോഗം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, കറക്റ്റ് ആലോചന ദൈവം അവരുടെ വായിൽ ഏത് വ്യക്തിയാണോ അവരുടെ വായിൽ കൊടുത്ത ആ ഒരു പ്രവചനത്തോട് പറയും, അത് നിറവേറും. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രവചനം പറയുന്നുണ്ടെങ്കിലും അതൊന്നും നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അനേക രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരു രോഗികളെ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അതുപോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ദുഷിച്ച ഉപദേശകരമായവരുടെ അതേ ആത്മാവും ജീവിതമുള്ള പ്രസംഗകരും ഇടയന്മാരും ശുശ്രൂഷന്മാരും സഭയ്ക്കുള്ളിൽ ഇന്നും ഉണ്ട്. എന്നാൽ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടത് മത്തായി 24:11 മുതൽ 24 വരെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന എല്ലാവരും സത്യവിശ്വാസികളായിരിക്കണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർ ഏറ്റുപറയുകയും രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ചെന്ന് പറയുന്നെങ്കിലും അവർ സത്യമായിട്ട് ദൈവത്തെ വിളിക്കുന്നവരാണ്. നമുക്കിന്നും പറയാനോ പ്രവചിക്കാനോ നമുക്ക് പറ്റത്തില്ല, അറിയത്തില്ല. അപ്പോൾ ഏറ്റുപറയുന്ന നമുക്ക് അവരെ ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനോ നമുക്ക് കഴിയില്ല. മാത്രമല്ല എല്ലാ ക്രിസ്തീയ എഴുത്തുകാരും മിഷണറിമാരും ഇടയന്മാരും സുവിശേഷകന്മാരും ഉപദേശകന്മാരെ ഡീക്കന്മാരെ പ്രവർത്തകർ അവർ അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു രക്ഷാകരണമായ പദ്ധതിയല്ല ഇന്നത്തെ കളി നടക്കുന്നത് എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. എന്ന് കർത്താവ് നേരത്തെ പറഞ്ഞതാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോഴേ കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും എഴുന്നേറ്റ് തെറ്റിച്ച് കളയണം. വൃദ്ധനാരാണ്? ദൈവത്തിൻ്റെ ദാസനാണ്. ശുശ്രൂഷകളുള്ള ദൈവത്തിൻ്റെ ദാസന്മാരാണ് വൃദ്ധൻ എന്ന് പറഞ്ഞത്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ആരാണ്? ഈ വ്യാജ ഉപദേഷ്ടക്കന്മാരായ ആൾക്കാർ. വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ അകമ്പടി നായകൻ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവപ്രവൃത്തി കണ്ട് ഒരു വ്യാജവുമില്ലാതെ മലിനമില്ലാതെ അശുദ്ധിയില്ലാതെ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തി. വൃദ്ധനെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി, ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ ശുശ്രൂഷന്മാർ പുറമെ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നും. മത്തായി 23:28.
അവർ ആടുകളുടെ വേഷം ധരിച്ച് 7:15 വരുന്നു. അവർ നീതിയുടെ ഉന്നത മാനദണ്ഡങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് തങ്ങളുടെ സന്ദേശത്തെ ദൈവവചനത്തിൽ ഉറപ്പോടെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് വരാം. അപ്പോൾ നോക്കണം, അങ്ങനെ പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്, ആമേൻ. അപ്പം അങ്ങനെ ഉപദേശപ്പിഴവുമായിട്ട് വാചക കസർത്തും കൊണ്ട് നടക്കുന്ന അനേകരെ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി ആത്മാർത്ഥമായി വചനത്തിൽ ഉറപ്പോടെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുവാൻ ആർക്കും അങ്ങനെയുള്ളവർക്ക് കഴിയത്തില്ല. തങ്ങളെ തന്നെ കാണിക്കും എല്ലാ ജനത്തിനും സ്നേഹമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നശിച്ചു പോകുന്നവരുടെ രക്ഷയിൽ വലിയ താല്പര്യം കാണിക്കുകയും ചെയ്തേക്കാം. അവർ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷകന്മാരായും പ്രശംസനീയമായ ആത്മീയ നേതാക്കളെയും കാണപ്പെടാം. അവർക്ക് വൻ വിജയമുണ്ടാക്കും. ജനക്കൂട്ടം അവരെ അനുഗമിക്കുകയും ചെയ്തേക്കാം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്, അവർ വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് നമുക്കൊരിക്കലും അവരെ കാണാൻ പറ്റും. ആടുകളുടെ വേഷം പൂണ്ടാണ് അവർ നടക്കുന്നത്. നമുക്കവരെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മൾ വിവേചിച്ചറിയണമെന്ന്. വിവേചിച്ച് നമ്മൾ അറിയണം, അവർ ആടുകളുടെ കൂട്ടത്തിലുള്ളതാണോ അതോ വ്യാജ ഉപദേഷ്ടാക്കന്മാരാണോ എന്ന് എഴുന്നേറ്റിട്ട്. അതല്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ച് കളയാൻ. വിശ്വാസത്തോടെ ജീവിക്കുന്നവർ, പരിശുദ്ധിയോടെ ജീവിക്കുന്നവർ, വിശുദ്ധിയോടെ ജീവിക്കുന്നവർ, ദൈവകൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്നവരെ തെറ്റിച്ച് കളയാനായിട്ട് അവർ പല കാര്യങ്ങളും അടവുകളും ഇങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഈ ദൈവവചനം നമ്മളെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയായാലും ഇവർ പണ്ടത്തെ പരീക്ഷന്മാരെ പോലെയാണ്. പുരുഷാരത്തിൽ നിന്നകലെ ആയിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഒരു കവർച്ചയും അതിക്രമവും. മത്തായി 23:25. ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും നിറഞ്ഞവരും. 23 മാർക്കോസ് മത്തായി 23:27. കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരായിരിക്കും. അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലെ അവരുടെ ജീവിതങ്ങൾ ദുഷ്കാമം, അസന്മാർഗിത, വ്യഭിചാരം, അത്യാഗ്രഹം, സ്വയാനന്ദത്തിനുള്ള ആസക്തി, ഇതൊക്കെ പ്രാപിച്ച് മുതലായ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഉൾപ്പെട്ട് നടക്കുന്നതായ സ്വഭാവമാണ് ഇവരുടെ ജീവിതത്തിൽ. നല്ല സ്വഭാവം അവരുടെ ജീവിതത്തിലില്ല. അവരുടെ ജീവിതത്തിലെ വ്യാജന്മാരുടെ ആ രീതിയും വ്യാജ ഇടപാടും കൊടുക്കൽ വാങ്ങലിൽ ക്ലിയറില്ല, മറ്റുള്ളവരെ ദുഷിക്കുന്ന സ്വഭാവങ്ങളെ. പിശാചനാണല്ലോ അവൻ, കള്ളനാണല്ലോ, കള്ളൻ്റെ അപ്പനുമാണല്ലോ അവന്. അതുകൊണ്ട് അവൻ്റെ സ്വഭാവ രൂപഗുണങ്ങൾ ഇതിനകത്ത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വ്യാഖ്യാനികൾ വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ആൾമാറാട്ടമാണ്, അവൻ്റെ സ്വഭാവത്തിനെ ആൾമാറാട്ടമുള്ള സ്വഭാവമാണ്. സഭയിൽ സ്വാധീനമുള്ള സ്ഥാനം നേടിയെടുക്കുന്നത് 2 വഴികളിലൂടെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഒന്ന്, ചില വ്യാജ ഉപദേഷ്ടക്കന്മാർ, കള്ളപ്രസംഗകർ. ആത്മാർത്ഥത, സത്യം, വിശുദ്ധി, ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം എന്നിവയിൽ തങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. അപ്പോൾ നല്ല ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ഇവരും ശുശ്രൂഷിക്കുന്നത്. പിന്നീട് തങ്ങളുടെ അഹങ്കാരത്താലും അസാന്മാർഗിക അഭിലാഷങ്ങളാലും ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ സമർപ്പണവും സ്നേഹവും ക്രമേണ മരിക്കുന്നു. തൽഫലമായി അവർ ദൈവരാജ്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും, അപ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് അവരെ അങ്ങ് എടുത്ത് കളയുവാണ് കർത്താവ്. ഈ വ്യാജ ഉപദേഷ്ടകന്മാരായ ആൾക്കാർ ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞു അത്ഭുതങ്ങൾ കാണിക്കുന്നു, അടയാളങ്ങൾ കാണിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോശയുടെ വടി അത്ഭുതം ചെയ്തു, അതേപോലെ തന്നെ ഫറവോൻ്റെ ആൾക്കാരുടെ വടിയും അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ അവർ മറ്റ് വ്യാജോപദേഷ്ടകന്മാർ, കള്ളപ്രവാചകന്മാർ, പ്രസംഗകർ ഒരിക്കലും ക്രിസ്തുവിൻ്റെ വിശ്വാസികളെ അല്ല, അവരുടെ കഴിവും വ്യക്തിപരമായി ഉപയോഗിക്കുകയും സഭയ്ക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര കഴിവാണെന്ന് അവർ കാണിക്കുകയും സഭയിൽ അവരെ ഇരുത്തണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുമെന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യാജ ഉപദേഷ്ടകന്മാരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ തന്ത്രപ്രധാനമായ സ്ഥാനം പിടിച്ചു പറ്റി അവരതിനകത്ത് ഊന്നി മുകളിലോട്ട് കയറുന്ന അനുഭവമാണ്. എന്നാൽ അതൊന്നും ദൈവ ശുശ്രൂഷയുടെ ആരംഭമല്ല, ദൈവഭക്തന്മാരുടെ സ്വഭാവമല്ല. അത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ കടന്നിട്ട് കലക്കമൊക്കെ ഉണ്ടാക്കുന്ന അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കലക്കത്തിൻ്റെ ആത്മാവാണ് അവരിലുള്ളത്, ദൈവാത്മാവല്ല അവരിലുള്ളത്.
അവൻ്റെ യുദ്ധതന്ത്രം അവർ കണ്ടുപിടിക്കുകയോ തുറന്നു കാട്ടപ്പെടുകയോ ചെയ്താൽ സുവിശേഷത്തിൻ്റെ മഹാഹാനി ഉണ്ടാകുമെന്നും ക്രിസ്തുവിൻ്റെ നാമം തുറന്ന് പരിഹാസത്തിന് വിധേയമാക്കുമെന്നും സാത്താൻ അറിയുന്നു. അപ്പം ഈ സാത്താൻ ഏത് വ്യക്തിയെ ഏത് ബലഹീന ഭാഗത്തുണ്ടോ അത് ആ ബലഹീനത അനുസരിച്ചാണല്ലോ സാത്താൻ അവരെ കരങ്ങളെടുക്കുന്നത്. അപ്പോൾ സാത്താൻ അറിയാം ആ സഭയിലല്ലെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെ കലക്കമുണ്ടാക്കിയിട്ട് ഇത് നശിപ്പിച്ച് കളയണമെന്ന് ഈ സാത്താൻ അറിയാം. അതുകൊണ്ടാണ് സാത്താൻ അവരെ കരങ്ങളെടുത്തിട്ട് സാത്താൻ ഈ കാര്യങ്ങൾ തന്ത്രം ഒക്കെ മെനയുകയൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. വഴിതെറ്റിക്കുന്ന നേതാക്കളെപ്പറ്റി കരുതലുള്ളവരാക്കുവാൻ സുവിശേഷത്തിൽ 14 പ്രാവശ്യം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മത്തായി 7:15 ഒത്തിരി വാക്യങ്ങളും ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റിടത്തെ ഉപദേശകന്മാരെയും പ്രസംഗകരെയും സഭയിലെ നേതാക്കന്മാരെയും രോഗശോധന ചെയ്യുവാൻ വിശ്വാസികളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. വ്യാജ ഉപദേഷ്ടക്കന്മാരായ കള്ളപ്രവാചകന്മാരെയോ ശോധന ചെയ്യുവാൻ താഴെ പറയുന്ന ഉപാധികൾ സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ വ്യാജ ഉപദേഷ്ടക്കന്മാരായ കള്ളപ്രവാചകൻ എന്നാണ് ഈ പിശാചിനെ വിളിക്കുന്നത്. ആ വ്യക്തിയുടെ സ്വഭാവം നിരീക്ഷിക്കുക. അവന് ക്രിസ്ത്യനിഷ്ഠയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? ദൈവത്തോട് പരമാർത്ഥതയും ശുദ്ധവുമായ ഭക്തി അവർ പ്രകടമാക്കുന്നുണ്ടോ? അവൻ ആത്മാവിൻ്റെ ഫലം പ്രകടനമാക്കുകയും ഗലാത്യർ 5:22-23 വരെ പാപികളെ സ്നേഹിക്കുകയും യോഹന്നാൻ 3:16 തിന്മയെ വെറുത്ത് നീതിയെ സ്നേഹിക്കുകയും എബ്രായർ 1:9 പാപത്തിനെതിരെ ശബ്ദം ഉയർത്തുകയും മത്തായി 23 ലൂക്കോസ് 18:20 ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അവരെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ അത് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യാജ ഉപദേഷ്ടാവാണ്, മിഥ്യാമൂർത്തിയെ സേവിക്കുന്നവനാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന് കൃത്യനിഷ്ഠയുള്ളൊരു പ്രാർത്ഥനാ ജീവിതം ഇല്ല. അവന് പാപികളെ സ്നേഹിക്കുകയും തിന്മയെ വെറുത്ത് നീതിയെ സ്നേഹിക്കുകയും നന്മയെ വെറുത്ത് നീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നില്ല. തിന്മയെ വെറുത്ത് അവൻ നീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്നില്ല. എങ്ങനെയാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. ആ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ നിരീക്ഷിക്കുക. യഥാർത്ഥ ക്രിസ്തീയ നേതാക്കന്മാർ 4 കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. 1. ക്രിസ്തുവിനെ ബഹുമാനിക്കും. 2. സഭയെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കും. 3. നശിച്ചു പോകുന്നവരെ രക്ഷിക്കും. 4. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ സുവിശേഷത്തെ പ്രഘോഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നല്ല ആൾക്കാരാണെങ്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവദാസൻ ചെയ്യുന്നത്. എന്നാൽ ഈ വ്യാജ ഉപദേഷ്ടക്കന്മാർ ഇതൊന്നും ചെയ്യത്തില്ല. അവരെങ്ങനെങ്കിലും അഴുക്കിലൂടെ ജീവിക്കാനേ അവർ നോക്കത്തുള്ളൂ. 3. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഫലത്തെ ശോധന ചെയ്യുക. കള്ളപ്രസംഗൻ ഫലത്തിൽ മിക്കപ്പോഴും മുഴുവൻ ദൈവവചനത്തോടും പ്രതിബദ്ധതയല്ലാതെ മാനസാന്തരപ്പെട്ടവനായിരിക്കത്തില്ല. ഒരു മാനസാന്തരമുള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല. ആ വ്യക്തിക്ക് തിരുവഴുത്തിലുള്ള ആശയത്തിൻ്റെ നിലവാരം നിരീക്ഷിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെ ആദിമ ലിഖിതങ്ങൾ പൂർണ്ണമായും ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ആ വ്യക്തിയെ നമ്മൾ പരീക്ഷിക്കേണ്ടതാണ്. അത് അടിസ്ഥാന വചനങ്ങളാണോ, അടിസ്ഥാനത്തിലാണോ പ്രസംഗിക്കുന്നത്, അടിസ്ഥാനത്തിലാണോ ജീവിക്കുന്നത്, ദൈവം പറഞ്ഞ അടിസ്ഥാനത്തിലാണോ, ദൈവിക ഉപദേശത്തിലാണോ, ദൈവിക ശാസനയിലാണോ, ദൈവിക വിശുദ്ധിയിലാണോ ആ വ്യക്തി ജീവിക്കുന്നതെന്ന് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം. ആ വ്യക്തിയോട് അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് വ്യാജ ഉപദേശമാണെന്ന് നമുക്ക് കഴിയുമെന്നാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. 5. അവസാനമായി കർത്താവിൻ്റെ പട്ടണത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പണത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ സത്യസന്ധതയെ ശോധന ചെയ്യുക. അവൻ തനിക്കായി വൻ തുകകൾ സ്വീകരിക്കുന്നുണ്ടോ? എല്ലാ ധനവും സത്യസന്ധതയും ഉത്തരവാദിത്വത്തോടും കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? സഭാ നേതാക്കന്മാർക്കുള്ള പുതിയ നിയമ മാനദണ്ഡങ്ങൾ അനുയോജ്യമായ വഴികളിലൂടെ ദൈവവേല വിവരമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ
അവരെ ശ്രദ്ധിക്കണമെന്നാണ്. ഉപദേശപ്പിഴവുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചല്ല, ഉപദേശപ്പിഴവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്. ആ വ്യക്തിക്ക് ഉത്തരവാദിത്തമായ ജീവിതമുണ്ടോ? പണത്തോട് മാത്രമാണോ ആശയുള്ളത്? അതോ സത്യസന്ധമായി ഉള്ളൊരു ജീവിതമാണോ ആ വ്യക്തിക്കുള്ളത്? അതോ എങ്ങനെങ്കിലും പണം മേടിച്ച് കൂട്ടി വയ്ക്കാനാണോ ആഗ്രഹിക്കുന്നത്? അതെല്ലാം വ്യാജ ഉപദേശമാണെന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതവും സന്ദേശവും വിലയിരുത്തുന്നതിൽ ഒരു വിശ്വസ്ത വിശ്വാസിക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല. ചെയ്താലും അവർ ആരാണെന്ന കാര്യം തുറന്നു കാട്ടുവാൻ ദൈവം നിശ്ചയിക്കുന്നത് വരെ സാത്താൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെടാതെ വ്യാജ ഉപദേഷ്ടാക്കന്മാർ സഭയ്ക്കുള്ളിൽ അപ്പോഴും ഉണ്ടായിരിക്കുമെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അവർ വിശ്വാസി എന്ന രീതി നടിച്ച് ഞാനൊരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള വിശ്വാസം വഞ്ചനയോടുകൂടി അവർ സഭയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ അവരെ നാം തിരിച്ചറിയണമെന്നാണ് ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വ്യാജ ഉപദേഷ്ടാക്കന്മാർ അങ്ങനെ എഴുന്നേൽക്കും എന്നുള്ളത് മർക്കോസ് 13:32 നമ്മൾ ഒന്നുകൂടെ വായിക്കാം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. പിശാചും അടയാളം കാണിക്കും, അതുപോലെ തന്നെ പിശാച് രോഗികളെ സൗഖ്യമാക്കും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പിശാചിനെ അറിയാം. പക്ഷേ ദൈവം ചെയ്ത പോലൊരു കാര്യം പിശാചിന് ചെയ്യാൻ പറ്റത്തില്ല. പിശാചിനെ പുറത്താക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ രോഗികളെ സൗഖ്യമാക്കും, അവൻ കർത്താവ് ചെയ്ത പോലൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷേ അവൻ എപ്പോഴും പരാജയപ്പെട്ടവനാണ്. കർത്താവ് കാൽവറിയിൽ വെച്ചിട്ട് ഗതസമേനെ വെച്ചിട്ട് അവൻ്റെ തലയെ ചവിട്ടി തകർത്തില്ലെങ്കിൽ അവൻ്റെ ശക്തിയെ ഇല്ലാതാക്കി. അവൻ്റെ ശക്തി ഇപ്പോൾ അവന് തല തകർത്ത് കഴിഞ്ഞ് അവൻ വാലും കൊണ്ടാണ് ഓടുന്നത്. അവൻ്റെ ശക്തി മുഴുവനും പോയി. ഒരു കാൽഭാഗം ശക്തി മാത്രമേ അവന് ഇപ്പോൾ ഉള്ളൂ. എന്നാലും അവനെ മുഴുവലത്തോടെ എങ്ങനെ ദൈവജനത്തെ നശിപ്പിച്ച് കളയണം, കുടുംബത്തിൽ കയറി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെ നശിപ്പിച്ച് കളയണം, ഭാവി എങ്ങനെ നശിപ്പിച്ച് കളയണം, അവരെ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമയിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ നാശത്തിലേക്ക് കൊണ്ടുപോയി, അവരെ മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോയി, അനുസരണക്കേടുള്ള മക്കളാക്കി മാറ്റി, മാതാവിനെ പിതാവിനെ അനുസരിക്കാതെ, ഗുരുക്കന്മാരെ ബഹുമാനിക്കാതെ, പ്രായമുള്ളവരെ ബഹുമാനിക്കാതെ, അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് ഇന്നത്തെ തലമുറകൾ പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ വ്യാജമായി കടന്നു വരുന്ന പൈശാചിക മണ്ഡലങ്ങളാണ് നശിപ്പിച്ചു കളയാൻ, ഉന്മൂലനം ചെയ്യുവാൻ അവൻ കള്ളക്രിസ്തുവായിട്ട് കള്ളപ്രവാചകനായിട്ട് അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് അവർക്ക് പണത്തിൻ്റെ പിന്നെ ഓടുന്ന ആൾക്കാരെ അവരുടെ കൂടെ ചെന്നിട്ട് അവരെ നശിപ്പിച്ച് കളയുവാൻ ആ പണത്തിനുള്ള ആസക്തി അവരിൽ വർദ്ധിച്ച് അങ്ങനെ കഴിയുന്ന ഒരു കാലയളവാണെന്നുള്ള കാര്യം നാം എപ്പോഴും മറന്നു പോവുകയാണ്. അപ്രകാരം ചെയ്യുന്ന ആ അനുഭവത്തിൽ നിന്ന് നാം മടങ്ങി വരണം. നാം മനസ്സിലാക്കണം, ദൈവമേ എൻ്റെ കർത്താവേ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ല. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, യെശയ്യാവ് പറയുന്നുണ്ടല്ലോ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യനാണ്. അപ്പോഴാണ് ദൂതൻ ഇറങ്ങി വന്നു കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് നാവിന്മേൽ തൊടുവിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അശുദ്ധിയെല്ലാം മാറി നീ ശുദ്ധിയുള്ളവനായി തീർന്നെന്ന്. ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെക്കുറിച്ച് അതാണ്. വ്യാജമായ ഉപദേശം കാണുമ്പോൾ അതിനെ എതിർക്കുക, വ്യാജ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് മാറി നിൽക്കുക, അതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ദൈവമായിട്ട് കൂടുതലൊരു ബന്ധത്തിലേക്ക് കടന്നു വരിക, ദൈവിക പദ്ധതി അനുസരിച്ച്, ദൈവിക ആലോചന അനുസരിച്ച് വിളി ഏതാണ്, തിരഞ്ഞെടുപ്പ് ഏതാണ് മനസ്സിലാക്കിക്കൊണ്ട് അത് അധികം ഉറപ്പാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്നെ എന്തിനാണ് കർത്താവ് ഇങ്ങനെ നിയോഗിച്ചത്, ഭൂമിയിലാക്കിയിരിക്കുന്നത്, ഇടമനകടകൾ പ്രൗഢലാതി കക്ഷക്കടകൾ സന്തൽ കടകളാതി ദൈവിക പ്രകാരമാണോ ഞാൻ ആയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ഞാൻ ചെയ്യുന്നത്, ദൈവിക പ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്, നമ്മുടെ വാക്ക് പ്രവൃത്തി നോട്ടമെല്ലാം ദൈവത്തിന് ഉപ്പിനാൽ രുചി വരുത്തുന്നതും, ഇടമനകടകളാതി നന്മയെ തോൽക്കാതെ തിന്മയെ ചെയ്യിപ്പാൻ ഞാൻ തുറന്ന വഴി ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, ഞാൻ അടച്ച വഴി ആർക്കും തുറന്ന ആമേൻ. പ്രേസ്തനോട് നന്മയ്ക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കുടുംബജീവിതത്തിനെതിരെ, കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന വ്യാജമായ ശക്തിയിൽ നിന്നും പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെ ദൈവം വിടുവിക്കേണ്ടതിനായിട്ട് ഇടമനകടകളെ തകർത്ത് കളയാൻ നോക്കുന്ന ദുഷ്ടൻ്റെ പദ്ധതിയിൽ നിന്നും
കുടുംബങ്ങളെ വിടുവിക്കേണ്ടതിനായിട്ടും നമുക്ക് നാളുകളിൽ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി, ദൈവിക സമാധാനത്തിന് വേണ്ടി. ദൈവം ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുമ്പോൾ അത് അവൻ്റെ കരത്തിൽ അവനത് പിടിച്ചു പറിച്ച് വെച്ചിരിക്കുകയാണ്. അവൻ ഏതേലും തോട്ടത്തിൽ വെച്ച് അത് അവകാശമാക്കിയിട്ട് ജനത്തെ നശിപ്പിച്ചു കളയുവാൻ, ഉന്മൂലനം ചെയ്യുവാനായിട്ട് പദ്ധതികളും പ്ലാനുകളും ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പല്ലിന് നാം ആരും ഇരയാകാതിരിക്കേണ്ടതിന് ഇടമനഘടകരാതി നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉറവിടം തുറന്ന് ദൈവം നമ്മളെ മാനിക്കുന്ന നമ്മുടെ അധ്വാന ഫലം നീ തിന്നും. നിൻ്റെ മക്കൾ വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, കുഞ്ഞുങ്ങളും മേശയ്ക്ക് ചുറ്റും ഉലുവതകളും മുന്തിരിതള്ളി പോലെ നാളുകളിലായി തീരേണ്ടതിനായിട്ട് ശന്തലാതി ഭീമൻ ആമേൻ പ്രൈസ്തലോട് അങ്ങനെ ആയി തീരേണ്ടതിനായിട്ട് നമുക്കൊരു സമർപ്പണമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് അധികം വിദൂരമല്ലാതെ ദൈവത്തിൻ്റെ എണ്ണപ്പെട്ട ദിവസത്തിനുള്ളിൽ ചില പദ്ധതികളും പ്ലാനുകളും ദൈവം തുറന്ന് പിശാചിൻ്റെ പദ്ധതികളെ ദൈവം പൊളിച്ചു കളഞ്ഞിട്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഓരോ ദിനമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകും. അതിവിദൂരമല്ല. നമ്മളെ നടത്തുന്ന കർത്താവ് വടിയും കോലും ചെങ്കോലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഏത് വിധമാണ് ചെങ്കടൽ ജീവിതത്തിൽ കടന്നു വരട്ടെ. യോർദാൻ നദി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരട്ടെ. ഇടമനകടകലാതി, കക്ഷക്കടകല, സന്തൽക്കടകലാതി, യോർദാൻ്റെ വലിയ ഒഴുക്കും, അന്തൽക്കടകല, റീമനകടകലാതി, ദീപൽക്കടകലാതി, ചെങ്കടലിൻ്റെ കൂകി വിളിയും ആ ഇരച്ചിലും ആ നിലവിളിയും ആ വെള്ളത്തിൻ്റെ ഓളങ്ങളും ആ തിരമാലകളും ഒന്നും നമ്മളെ മുക്കിക്കളയാതെ വേണം ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം ഈ നാളുകളിൽ വഴികളെ വാതിലുകളെ തുറന്ന് നമുക്ക് വേണ്ടി വിദൂരമല്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മളെ അയക്കേണ്ട സ്ഥാനത്ത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉയരത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് തന്ന് ദൈവം നമ്മളെ മാനിക്കുന്ന കാര്യം നാം മറന്നു പോകാതാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ച് കളയാനായിട്ട് നാളുകൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചികൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ ദൈവം വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.